നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 1:30 മണിയായിട്ടോ. സാധാരണ 12 മണിക്കെങ്കിലും എൻ്റെ ജോലി തീരുന്നതാണ്. ഡോബി കൂടെ പണി മുടക്കിയിരിക്കുന്നത് കൊണ്ട് തൂപ്പ് തുടപ്പെല്ലാം എൻ്റെ തലയിലാണ്. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സമയമായി. അപ്പോൾ ഇന്ന് ഊണിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് നത്തോലിക്കറി. അയ്യോ, നത്തോലി എന്ന് പറഞ്ഞാൽ കൊഴുവ. ട്രിവാൻഡ്രത്തത് നത്തോലിക്കറി. പിന്നെ മുരിങ്ങയ്ക്ക തോരൻ. ഈ നെത്തോലി മീനും എനിക്കും വേദയ്ക്ക് അത്ര പോരാ, ഏട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക തോരൻ. ഇതും എനിക്കും വേദയ്ക്കൊന്നും അത്ര ഇഷ്ടമല്ല, ഏട്ടനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് ഏട്ടന് വേണ്ടി മാത്രമുള്ള മുരിങ്ങയ്ക്ക തോരൻ. പിന്നെ സ്പെഷ്യൽ വേറെ ഒന്നുമില്ല. കപ്പ പുഴുങ്ങിയതുണ്ട് കേട്ടോ. നല്ല അടിപൊളി കപ്പ, തിളച്ചപ്പോഴേ വെന്ത് മറിഞ്ഞ കപ്പ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. കപ്പയോടൊപ്പം കാന്താരിയൊന്നുമില്ല, കപ്പയും മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ചോറ്. ഇവിടെ കപ്പ ഉണ്ടെങ്കിൽ ചോറ് പിന്നെ ഒരു സ്പൂണേ പോകത്തുള്ളൂ കേട്ടോ. കപ്പ കഴിച്ചിട്ട് പിന്നെ ചോറ് പേരിന് വേണ്ടി മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് കാണാം. വേദ സ്കൂൾ വിട്ട് വന്നാൽ അരിപ്പാണ് കേട്ടോ. കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സ്നാക്സ് ഒന്നും വാങ്ങിച്ചു വെപ്പൊന്നുമില്ല. അപ്പോൾ എന്നും വന്നിട്ട് അവൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാവമില്ലേ, പാസ്ത ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വന്നത് കേട്ടോ. അപ്പോഴാണ് ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കണ്ടത്. ഇത് ഒരാഴ്ച കൂടുതലാവും വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറന്നുപോയി. അപ്പോൾ ഇന്നിപ്പം ഇതിനെ വേവിച്ച് കൊടുക്കുക. എന്നാലും എന്നോട് പറഞ്ഞ് ഇതിനിങ്ങനെ ചുമ്മാ വേവിച്ച് തരാതെ എന്തെങ്കിലും പുതിയൊരു പരീക്ഷണം ചെയ്ത് തന്നുകൂടെയെന്ന് ചോദിച്ചു. എനിക്ക് പരീക്ഷണമൊന്നും ചെയ്യാൻ വയ്യ, വേവിച്ച് വെക്കാൻ വേണമെങ്കിൽ കഴിക്കട്ടെ. എന്നും വന്നിട്ട് അരിപ്പാണ്. അരിച്ചിട്ട് തനി എന്തെങ്കിലുമൊക്കെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കുക, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കുക, ബനാന റോസ്റ്റ് ചെയ്ത് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേദ ചെയ്യും കേട്ടോ. എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴായിരിക്കും വേദ വരുന്നത്. പിന്നെ എനിക്ക് കിച്ചണിലോട്ടൊന്നും കയറാൻ വയ്യ. പിന്നെ അവൾ എൻ്റെ കൂടെ ഉണ്ടാക്കിത്തരാനൊന്നും പറയില്ല, തനിയെ അവൾ ഉണ്ടാക്കിക്കോളും. ഇത് വേവിച്ചിട്ട് ശകലം ലൈം ജ്യൂസും കുറച്ച് മുളകും പൊടിയും കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയാണ് ഇളക്കുന്നത്. ഇതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഇളക്കി വിടുക കേട്ടോ. എന്നിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് ഇളവി വരും. ഇതിപ്പം 2-3 ദിവസം ആയതുകൊണ്ടാവാം പെട്ടെന്ന് ഇളവി വരുന്നുണ്ട്. പിന്നെ ഒരു പേരയ്ക്ക ഇരിപ്പുണ്ട്, ആ പേരയ്ക്കയും കൂടെ ചെത്തി കൊടുക്കാം. നമ്മൾ ഒരെണ്ണം വാങ്ങുമ്പം 2 എണ്ണമായിട്ട് ഒരുമിച്ചാണ്, കൂമ്പായിട്ടാണ് എപ്പോഴും കോണ് തരുന്നത് കേട്ടോ. അത് ഞാൻ വേവിക്കാൻ വെച്ച് 2 പൊളിച്ചെടുത്ത്. കാരണം കുറേ ദിവസം ഇനി ഇരുന്നാലത് ചീത്തയാവും. അത് നമ്മുടെ അഗാരയുടെ സ്റ്റീമറാണ്. സ്റ്റീം ചെയ്യാൻ പറ്റും, മുട്ട പുഴുങ്ങാൻ പറ്റും, വെള്ളം തിളപ്പിക്കാൻ കെറ്റിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഈ മാങ്ങ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതലെങ്കിലും ആവും കേട്ടോ. അമ്മ മീനിലിടാൻ തന്നതാണേ. ഫ്രിഡ്ജിൽ എന്തോ തുറന്നപ്പോൾ അത് കിടക്കുന്ന കണ്ടു. അങ്ങനെ നോക്കിയപ്പോൾ അത് പഴുത്തു. പക്ഷെ അത് ആ ഒരു അധികം പഴുക്കാത്ത ചെറിയ പച്ചയുള്ള മാങ്ങ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെത്തി ഞാൻ കഴിക്കും. വേദ ചിലപ്പോൾ എടുത്ത് അവരെ ഉപ്പും മുളകൊക്കെ ഇട്ട് അവരും കഴിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കരുതി ഇന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ കിടക്കണുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെത്തി കഴിക്കാനായി. ഒരു മാസത്തിൽ കൂടുതലാവും ഫ്രിഡ്ജ് കിടന്നുകൊണ്ട്. പിന്നെ പഴുത്ത് പോയില്ല. മീനിലിടാൻ തന്നതാണ് കേട്ടോ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് മീനിൽ മാങ്ങയൊക്കെ ഇട്ട് കഴിക്കേ. മീൻ കറിയിൽ മാങ്ങ ഇടും. അപ്പം എന്നിട്ട് പുളി കുറച്ചേ അരയ്ക്കത്തുള്ളൂ. അപ്പം മാങ്ങയുടെ പുളി കൊണ്ട് മീനിലുണ്ടാവും. എന്നിട്ട് മീനിൻ്റെ കൂടെ മാങ്ങ കഴിക്കാനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇത് പേരയ്ക്ക. ഇതും 2-3 ദിവസമാവും നെട്ടയത്തുനിന്ന്. ഞാൻ എന്നാ വന്നത്? തിങ്കളാഴ്ചയല്ലേ? അന്ന് വ്യാഴാഴ്ചയായി. തിങ്കളാഴ്ച കൊണ്ടുവന്ന പേരയ്ക്കയാണ്. അതുപോലും ചെത്തി തിന്നാനുള്ള സമയം എനിക്കില്ല. ഞാൻ ചെത്താത്തുണ്ട്, അതവിടെ അങ്ങനെയായിരുന്നു. ഇതും ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ. വേദയ്ക്ക് അഴുകി തുടങ്ങി. ഇപ്പോൾ വേദ എത്തുമ്പോൾ ആവും. ബാക്കി അതിൽ ഡെക്കറേഷനൊക്കെ അവൾ ചെയ്യട്ടെ. ശകലം നെയ്യും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി അതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി കേട്ടോ. പണ്ട് നമ്മൾ സ്മാർട്ട് ബസാറിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ അപ്പോഴാണ് ഈ കോൺ ഇങ്ങനെ മുഴുവൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് മുഴുവനെ ഇങ്ങനെ വാങ്ങി അതിൽ കുറച്ച് നാരങ്ങയൊക്കെ സ്പ്രെഡ് ചെയ്ത്
കേടാണ്. കൊള്ളാമോ നോക്കട്ടെ. കൊള്ളാം. മധുരമൊക്കെ ഉണ്ട്. ചില പേരക കൊള്ളില്ല, പച്ചവെള്ളം പോലെ ഇരിക്കും. പക്ഷെ കുഴപ്പമില്ല. ഇതെനിക്ക് തോന്നുന്നു അന്ന് സച്ചിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അപ്പം രാവിലെ ഞാൻ വന്നപ്പോൾ ഒരു കവറിൽ ഇതെല്ലാം കൂടി ആക്കി അമ്മ തന്ന് വിട്ട്. മാങ്ങ ഇത് അധികം പഴുത്തതും ഇല്ല, എന്നാൽ പച്ചയല്ല, പുളിപ്പൊന്നുമില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അല്ല നമുക്ക് ശല ഉപ്പും മുളക് പൊടി എടുക്കട്ടെ. ഇന്നും ജോലി തന്നെ കേട്ടോ, പക്ഷെ ഞാൻ പാവല്ലേന്ന് കരുതി ഉണ്ടാക്കുന്നതാണ്. മാങ്ങയിലും അങ്ങനെ ഇട്ട് കഴിച്ചാൽ കൊള്ളാവേ. പിന്നെ അത് പഴുത്തതായതുകൊണ്ട് കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ പേരക്കേക്കാം മുളക് ഉപ്പിട്ട് വെച്ചേക്കും. ഇതായിട്ടുണ്ടേ, ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ വേദം എത്തും. ഞാൻ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിൽക്കാം കേട്ടോ. വസ്ത്രയ്ക്ക് സാരിയുടെ ഇത് നമുക്ക് റീൽസ് ഇടണ്ടേ. വലിയ പാത്രത്തിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പാടും. നാടെ വേദം വന്നല്ലോ. ഒന്നുമില്ല, കോണ്. ഇതിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതാണ്. ഇതേ ഉള്ളൂ സ്പെഷ്യൽ, ഇത് തന്നെ സ്പെഷ്യൽ. ഉപ്പ്, കുറച്ച് നെയ്യ്. ഇത് വേണ്ട എനിക്ക്, വേണ്ട ഇത് ഇരിക്കണം. പേരയ്ക്ക ഡ്രസ്സൊക്കെ മാറ്റിട്ടോ. മുളക് പൊടി, അതിൽ മുളക് പൊടി ഇടാനാ? മാങ്ങയില്ല, ഉപ്പില്ല. ഇട്ട് അത് മതി, എരിവായിരിക്കും. അല്ലേ, കുറച്ച് ലൈം ജ്യൂസ് ഇട്. ഇത്രയാണ് കോണിൽ മിക്സ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ മുഴുവനെ വെച്ച് പുഴുങ്ങിയിട്ട് അതിലിങ്ങനെ തേച്ച് തരും എല്ലാം കൂടി. നെയ്യ് ലേശം കൂടിപ്പോന്നു, കുഴപ്പമില്ല, നെയ്യ് തന്നെയല്ല. ദോശ പറഞ്ഞത് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വസ്ത്രയിൽ വീടെടുത്തിട്ട് വരാം. വസ്ത്രയിൽ ഇന്നലെ കാണിച്ച സാരി ഞാൻ ഇന്ന് ഇടാനിരുന്നതാണ്, റീൽസായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് വസ്ത്രയിൽ സാരി കാണിക്കണോ? വേണേ കാണിച്ചു തരാം. ഞാനേ വേദ ട്യൂഷന് വിളിച്ചിട്ട് വന്നപ്പോൾ കുറച്ച് കൊറിയർ വന്നിരിക്കുന്നത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണും, ഇതിലൊക്കെ കുത്തി കുത്തി ഇരിക്കുക. അങ്ങനെ വന്ന സാധനമാണ്. എന്തോന്നു, ഓ ഇത് ആക്ച്വലി ഞാൻ ഈ മിററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണേ. ഇവരുടെ പൊട്ടിയിരിക്കണം, എന്താ സാധനം പോണു ഇങ്ങനെ, എന്താ ഇളവിയിരിക്കണം, അതിങ്ങനെ തന്നെ. ഇത് ആക്ച്വലി എങ്ങനെയാണെന്നാ, നമുക്ക് ഇപ്പോൾ ഫോട്ടോഷൂട്ടുള്ള സമയങ്ങളിലെ എന്താ ഇളവിപ്പോയി തോന്നുന്നു. ഫോട്ടോഷൂട്ടുള്ള സമയത്ത് നമുക്ക് ഇത് സ്റ്റിക്കറാട്ടോ. ഇങ്ങനെ സ്റ്റിക്കർ ഇതിൻ്റെ താഴെ ഒട്ടിക്കാം. എന്നിട്ട് സ്റ്റിക്കർ ഇങ്ങനെ പൊക്കിയിട്ട് ഇതിവിടെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതാണിത്. അടുത്തത് വേദ കറങ്ങി കളിക്കണം. ഇതെന്ത് സാധനമാണ്? വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, എന്താണെന്ന് അറിഞ്ഞൂടെ.
അത് മിററിൽ ചിലപ്പോൾ വച്ചാൽ മിററെല്ലാം കൊണ്ട് വീഴും. ഇത് മിറർ ക്ലീൻ ചെയ്യാനായിട്ട് വാങ്ങിച്ചതാട്ടോ. നമ്മൾ ക്ലോത്തൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് അത് ശരിയാവുന്നില്ല. അപ്പം ഞാനൊരു വൈപ്പ് വാങ്ങി. ഇത് നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇതിൽ നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ആക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഊരി വന്നു. ഇതിൽ വെള്ളം വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാം. സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല മിറർ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതാണ് ഇത്. അതിൻ്റെ ഒരെണ്ണം കൂടി ഞാൻ വാങ്ങി. ഇതെന്തിനു വാങ്ങിച്ചത്? ഇത് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ വാങ്ങിയത്. ഇതെന്ത് സാധനം? ഭയങ്കര വെയിറ്റ്. കൊറിയർ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. ഇത് മിറർ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡാണ്. ഈ ലിക്വിഡ് അതിലൊഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാം കേട്ടോ മിറർ. പിന്നെ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് വന്നൊരു ഓർഡറാണ്. ഇത്രയും സാരി ഒരാൾ വാങ്ങിയതാണ്. ഈ 1 2 3 4 5 സാരി ഒരാൾ വാങ്ങിയതാണ്. ഇതിലൊരെണ്ണം സെപ്പറേറ്റ് കൊറിയർ ചെയ്യാൻ പറഞ്ഞു, 4 ഒരുമിച്ച് കൊറിയർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇതുപോലെ ബൾക്കായിട്ടുള്ള ഒരുപാട് വരും കേട്ടോ. ഇവിടെ തൊട്ടടുത്തുള്ളവരൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കഴിഞ്ഞ ദിവസം 5 6 സാരി ഒരു വലിയ കവറിലാക്കി ഞാൻ കൊടുത്തു. അത് മലയും കീഴുള്ള ഒരാൾക്ക്. വേദയ്ക്ക് പീച്ച ദോശ ഉണ്ടാക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു. കോണുണ്ടിട്ടാടെ ഉച്ചയ്ക്ക്. അപ്പോൾ കാണാം വേദ തനി ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കാൻ ചെറിയ തട്ടിക്കൂട്ടൽ. എൻ്റെ കോണൊരു മനുഷ്യർ തിന്നിട്ടില്ല. നാളെ ഇതിൽ പുതിയ പരീക്ഷണം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. വസ്ത്രയിൽ ഇന്ന് ഒരുപാട് ഓർഡേഴ്സ് വന്നു കേട്ടോ. മതിയോ? ഞാൻ മടക്കട്ടാ? സ്റ്റൗ ഓഫായിരുന്നു. നീ ചട്ടു എടുത്ത് അവിടെ കൊണ്ടുവച്ച്. വാവ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേദന ചീസൊക്കെ ഇട്ടത്. അപ്പോഴാണ് ഞാൻ വന്നത്. ഇതൊക്കെ വേദയ്ക്ക് വേണ്ടി. ദോശ എല്ലാം ചുട്ടു കൊടുത്തു നോക്കട്ടെ. അവളോടില്ല. വേദയ്ക്ക് ദോശ ചുട്ടപ്പം ദോശമാവ് തീർന്ന്. അങ്ങനെ ഏട്ടന് ഗോതമ്പ് ദോശ കേട്ടോ. ഒന്ന് പുട്ടിൽ നിന്നും മുക്തി. പിന്നെ നിറയെ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇനി അടുത്ത പരിപാടി പാത്രങ്ങൾ കഴുകുക, നമ്മുടെ ബോട്ടിൽ വെള്ളം പിടിച്ച് വയ്ക്കുക. പിന്നെ എന്താണ്, വേദയ്ക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറിടുക, അരിയിടുക. ചോറ് ഇന്നത്തെ നത്തോലി മീനിൽ നിന്ന് ഞാൻ കുറച്ച് മീനെടുത്ത് വറുക്കാൻ വെച്ചേക്കാം കേട്ടോ. എന്നെ കാണിത്, ക്യാമറ വേറെ എവിടെ പോണ്? മീൻ വറുത്തത്. പരുവില്ലടാ. മീൻ വറുത്തത്, പിന്നെ തീയൽ. ഓക്കെ അല്ലേ? ഈ ദോശ കൊണ്ടിട്ട് കൊടുത്തിട്ടെ. അപ്പം നീ നിൻ്റെ പട്ടി ഷോ കാണിര്, അതിൽ നോക്കി. കാണാവോ? ഓക്കെ, ഐ ആം ബാക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. കുറച്ച് തിരക്കായിപ്പോയി ഇന്ന്. വസ്ത്രയുടെ പിറകെ 1 2 അത്യാവശ്യ കാര്യങ്ങൾ. വസ്ത്രയ്ക്ക് പിറകെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. എന്താണ് ആ അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ളത് കമ്മിങ് സൂൺ. വഴിയേ വരും. നമ്മുടെ വസ്ത്രം ലോഞ്ച് ചെയ്തിട്ട് 1 year ആവാൻ പോവാണ്. വാവ്, ക്ലാപ്പി. സക്സസ്. അപ്പോൾ 1 year ആവേല്ലേ, അതിൻ്റെ ഒരു കുഞ്ഞ് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത സ്റ്റോക്ക് എടുക്കാൻ പോവാൻ സമയമായി. ഞാൻ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സാധനം വാങ്ങുന്നതനുസരിച്ചായിരിക്കും നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നതെന്ന്. ഓൾമോസ്റ്റ് കഴിയാറായി. ഓണം വരെയല്ലേ, ഇനി കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ
സ്റ്റോക്ക് എടുക്കണം. പിന്നെ 1-2 കുഞ്ഞു പ്ലാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ, അതുകൊണ്ട് വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ആക്ച്വലി വസ്ത്രയുടെ സാരിയും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലല്ലേ. ഞാൻ ആക്ച്വലി വിട്ടുപോയി വസ്ത്രയുടെ സാരി നമ്മുടെ ലോങ് വീഡിയോയിൽ കാണിക്കുന്നത്. അതിൻ്റെ ഷോർട്സ് ഞാൻ എടുത്തു, പക്ഷെ ലോങ് വീഡിയോയിൽ ഇടുന്ന കാര്യം ഞാൻ മറന്നുപോയി. പറഞ്ഞുകൊണ്ട് നിന്ന് എടുത്ത് മടക്കി വെച്ചപ്പോഴാണ് അതിനെപ്പറ്റി ഓർമ്മിച്ചേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.